ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു കിടിലം പബ്ലിക് റെസ്പോൺസ് വീഡിയോ ആണ് വന്നിരിക്കുന്നത്. നിലവിൽ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ബീച്ചിലാണ്. ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പെട്ടെന്നൊരു ദിവസം മുഖ്യമന്ത്രി ആകാനായിട്ട് ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോകുന്നത്. സോ ഇതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. ബ്രോ, പേര് പറഞ്ഞു. തസ്ലീം. ഓക്കെ, ബ്രോയ്ക്ക് മുഖ്യമന്ത്രി ആകാനായിട്ട് പെട്ടെന്നൊരു അവസരം കിട്ടും, എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോഴത്തെ യൂത്തിന് വേണ്ടിയും പിന്നെ എല്ലാവർക്കും വേണ്ടി ചെയ്യാനായിട്ട് പറ്റും? ഇപ്പം നിലവിൽ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇത് എന്താണോ കാണിക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് എന്ത് കാണിച്ചാലും നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു കണ്ടൻറ്റുമായിട്ട് ഓക്കെ ആവും. ഇപ്പോൾ എന്താണോ നിലവിൽ ഇവിടെ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാതെ അതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഒന്നാമത് ഒരുപാട് പേർക്ക് സാലറി പെൻഡിങ് ഉണ്ട്. KSRTC-യിലാണെങ്കിലും നമ്മൾ വണ്ടി ഫീൽഡായതുകൊണ്ട് വണ്ടിയെ പറ്റി തന്നെ പറയാം. ഒരുപാട് പേർക്ക് സാലറി പെൻഡിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബസ്സുകളുടെയൊക്കെ കളറിൻ്റെ കാര്യം, കളർ കണ്ട് ഉടനെ ശ്രദ്ധ മാറുന്നു, ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഉപയോഗമില്ലാത്ത ചില ബോധങ്ങളൊക്കെയാണ്. ഇതൊക്കെ എന്ത് കണ്ടിട്ടാന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. അതെ. എന്നിട്ട് നമ്മുടെ ഇവിടെ റോഡ് സൈഡിലെ ലൈറ്റുകളും അങ്ങനെ അതൊക്കെ കാണിക്കുന്നതിൻ്റെ യാതൊരു പ്രശ്നങ്ങളില്ല. അതിൽ ആരുടെയും ശ്രദ്ധകൾ മാറത്തില്ല. റോഡ് സൈഡിൽ വലിയ ഫ്ലെക്സുകൾ വെക്കുന്നുണ്ട്. പല ആൾക്കാരുടെയും പല കമ്പനിക്കാരുടെയും ഫ്ലെക്സുകൾ വെക്കുന്നുണ്ട്. ഈ റോഡ് സൈഡിൽ ഫ്ലെക്സ് വെക്കുന്നത് സ്വാഭാവികമായിട്ടും പോകുന്ന യാത്രക്കാർക്ക് അത് കണ്ട് ആ പരസ്യത്തിലേക്ക് ശ്രദ്ധിച്ച് അതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. റോഡിൽ കൂടെ ഓടി യാത്ര ചെയ്യുന്നൊരു വണ്ടിക്കകത്ത് കളറടിച്ചാൽ അതൊരു പ്രശ്നമാകുന്നതാണ് നമ്മുടെ നിയമം. ഈ കാര്യങ്ങളൊക്കെ മാറ്റണമെന്നാണ്. ഒരുപാട് കാര്യങ്ങളായിട്ടുണ്ട്. വണ്ടിക്ക് കളറാക്കും. ഫസ്റ്റ് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ വണ്ടിയെല്ലാം കളറാക്കും. പേര് ലിറ്റിൻ. നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ആദ്യമേ വണ്ടികളെല്ലാം കളർഫുൾ ആക്കുക. നമ്മുടെ ഫീൽഡ് അതാണ്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ. ബ്രോ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? എന്നെക്കൊണ്ട് ഞാനത് ആവുമെന്നോ അങ്ങനെ പറ്റുമെന്നോ എനിക്കറിയില്ല. പക്ഷേ ഇപ്പം നിലവിൽ എല്ലാ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരെയും ഭിന്നിപ്പിച്ചാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ റിലീജിയൻ്റെ പേരിൽ, അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ എല്ലാവരെയും പല രീതിയിലായിട്ട് വിഭജിച്ച് അത് അങ്ങനെ ഒരു ഭരണമാണ് അവർ നടത്തുന്നത്. കാരണം പല രീതിയിൽ എന്നിട്ട് അതിനെ നമ്മൾ അവരുടെ കൂടാണ് അല്ലെങ്കിൽ ഇവരുടെ കൂടാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഭരിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഞാൻ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഒരു വോട്ടാണെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പല കമ്മ്യൂണിറ്റിയുടെ പേരിലാണ് വോട്ട്. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ പോലും കമ്മ്യൂണിറ്റിയുടെ പേരിലൊരു വോട്ടുണ്ട്, അല്ല റിലീജിയൻ്റെ പേരിലോട്ട്. നമ്മൾ ഒരു പാർട്ടിക്കാരാണെങ്കിൽ പോലും തരംതിരിക്കുന്ന പോലും ആ ഒരു രീതിയിലാണ്. ഇന്ന ആൾക്കാരുടെ വോട്ട് നമുക്ക് വരാനുണ്ട്, ഇന്ന ആൾക്കാർ അവർക്ക് പോകാനുണ്ട്. അത് മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കും. ആ ഒരു സിസ്റ്റം മാറ്റണം. ഇക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും, അല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലുള്ളതാണ്. അത് ആ ഒരു രീതി തന്നെ കൊണ്ടുപോകാൻ നോക്കണം. അത്രേ എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ അതേ ചെയ്യത്തുള്ളൂ. അന്നേരം തന്നെ പകുതി ഇഷ്യൂസും നമ്മുടെ നാട്ടിൽ കുറയും. ഓക്കെ, താങ്ക് യു. മാഹിൻ. എൻ്റെ പേരെന്തുവാ? മുഹമ്മദ് യാസ്. രണ്ടുപേരും 7th. എവിടെ പഠിക്കുന്നത്? ഞാൻ തൊടുപുഴ. ഓക്കെ. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കും ആകാനായിട്ടൊരു അവസരം കിട്ടുമോ? ഓക്കെ. അപ്പോൾ നീ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യും? പിന്നെ നമ്മുടെ ജനറേഷൻ പിള്ളേർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? പാർക്കുകൾ കൊണ്ടുവരും. പിന്നെ ഈ പിള്ളേർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയ കാര്യങ്ങൾ കൊണ്ടുവരും. പിന്നെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കും. ഫ്രീ ആയിട്ട് എല്ലാവർക്കും വീട് കൊടുക്കും. പിന്നെ കുറെ ആയിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ആൾക്ക് പ്രതിഷേധം നടത്തും. അടിപൊളി. നെക്സ്റ്റ് നിനക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞോ? അറിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പൂട്ടി വെച്ച കിളികളൊക്കെ പുറത്തു വിടും. കിളികളെല്ലാം തുറന്നു വിടും. മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആൾക്കാരെ ഒരു ടൈറ്റിൽ വെച്ച് ഇറക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ മാറ്റം വരും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ? സ്കൂളിൽ പോകുമ്പോൾ ഒരു തോന്നൽ കാണത്തില്ല, ഇന്ന കാര്യങ്ങൾ മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ CBSE സ്റ്റേറ്റും അങ്ങനെ ആവണമെന്നുണ്ട്. പിന്നെ സ്റ്റേറ്റിലൊക്കെ ഈ CBSE പോയ സ്മാർട്ടും അങ്ങനെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ നീ സ്പോർട്സ് ക്രിക്കറ്റ് കളിക്കാറുള്ളതാണോ അതോ ഫുട്ബോൾ ആണോ? ഫുട്ബോൾ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വലിയ ഡെവലപ്പ് ഇല്ലല്ലോ. അപ്പോൾ അതൊന്ന് ഡെവലപ്പ് ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? സ്പോർട്സിന് കുറച്ച് എല്ലാ ജില്ലയിലും മെസ്സി അങ്ങനത്തെ ആൾക്കാരും ഉയർന്നു പോലുള്ള ആൾക്കാർ. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം.
ഓക്കെ, അടിപൊളി. കേരള ചീഫ് മിനിസ്റ്റർ ആകാനായിട്ടൊരു അവസരം കിട്ടുക, എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടി ചെയ്യാൻ പറ്റും? പിന്നെ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മൾ ഡെവലപ്പ് ആവും മറ്റുള്ള സ്ഥലങ്ങളെ പോലെ? അങ്ങനെ പറയാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. പല കാര്യത്തിനും നമ്മളെ ഇന്ത്യയിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരള ടാക്സാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടിംഗ് ടാക്സ്, വാഹനത്തിൻ്റെ ടാക്സ്, എല്ലാ ടാക്സുകളും വരുന്നത് ഏറ്റവും കൂടുതൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പെട്രോളിയത്തിനാണെങ്കിലും ഇതിപ്പം മാഹിയിൽ ഇപ്പോൾ അടുത്തതായി അവിടെയും കൂട്ടാൻ പോകുന്നു. ഇത്രയും നാളും നമ്മുടെ പെർ ലിറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നമുക്ക് ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കാര്യങ്ങൾ, ബസ്സുകളുടെ ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ തന്നെ ആണെങ്കിലും അമിതമായ ടാക്സ് നമ്മുടെ കേരളത്തിൽ ഭയങ്കര എല്ലാ കാര്യത്തിനാണെങ്കിലും. ഈവൻ ഒരു വണ്ടി ഇപ്പോൾ എടുക്കാനാണെങ്കിൽ തന്നെ ആ വണ്ടിയുടെ ഒറിജിനൽ പ്രൈസ് കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ 18% ടാക്സ് കൂടുതലാണ് പോകുന്നത്. ഒരു ഫോർച്യൂണർ ടൊയോട്ട ഇറക്കുമ്പോൾ അതിന് 20 ലക്ഷമായിരിക്കും മാക്സിമം. വണ്ടി നമ്മൾ ഷോറൂം പ്രൈസ് ഇറക്കുമ്പോൾ 55 ലക്ഷമാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതിപ്പം ഞാൻ മുഖ്യമന്ത്രി ആയെന്ന് പറഞ്ഞ് ഇത് മാറാനും പോകുന്നില്ല. പക്ഷേ അത്രയും ടാക്സ് കൊടുത്തിട്ട് നമ്മൾ ഇറക്കുമ്പോൾ റോഡ് അതിനനുസരിച്ചുള്ള ഇല്ല, റോഡും ഇല്ല അതിനുള്ള. പിന്നെ മുക്കിന് ക്യാമറ. നമ്മളിപ്പോൾ തന്നെ ഈ ഹൈവേ പണിയുന്നത്, ഈ ഹൈവേക്കകത്ത് ഈ സ്പീഡ് ഹൈവേ ആയിരിക്കുമല്ലോ എന്തായാലും, തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ സ്പീഡ് ഹൈവേ, ഇതിനകത്ത് തന്നെ ക്യാമറയും വരും. ഇപ്പോൾ MVD AI ക്യാമറ വെച്ചതുപോലെ തന്നെ ഇപ്പോൾ പോലീസും അടുത്ത ക്യാമറ വെക്കാൻ പോകുന്നു പറയും. ഇതൊക്കെ തന്നെ സാധാരണക്കാരെ ഇതിൽ കൂടുതൽ പിഴിയാൻ ഇനി അവർക്ക് പറ്റത്തില്ല, പിഴിഞ്ഞിട്ടും കാര്യമില്ല. ഇതൊക്കെ തന്നെ അവസ്ഥ ഒരു മാറ്റാൻ പറ്റണം. ഇപ്പോൾ പറഞ്ഞത് ഗതാഗതത്തിൻ്റെ മാത്രം ഫീൽഡിലെ കാര്യമാണ്. എനിക്കിപ്പോൾ കുറച്ചുകൂടെ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ചും കൂടി ഇത് മാത്രമേ നമുക്ക് നോക്കിയാൽ. പിന്നെ ബാക്കി പറയുന്നത് ബാക്കി ഓരോ തരത്തിലാണെങ്കിലും ഇപ്പം സാധനങ്ങൾ, ഭക്ഷണ സാധനത്തിനാണെങ്കിലും ഒക്കെ റേറ്റ് കൂടുതലാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നടക്കും. മാറ്റങ്ങൾ വരും. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ആദ്യം തന്നെ ഇവിടുത്തെ ഗതാഗതമായ കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ നമ്മൾ റോഡും കാര്യങ്ങളെല്ലാം നല്ല റെഡിയാക്കി നല്ല റിപ്പയർ ചെയ്ത് സെറ്റാക്കി നല്ല റോഡുകൾ പണിയും. പിന്നെ നമുക്ക് ജോലിയില്ലാതെ പഠിച്ചും കഴിഞ്ഞ് എന്തുമാത്രം ആൾക്കാർ ജോലിയില്ലാതെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും, നല്ല നല്ല ജോലി എത്തിച്ചുകൊണ്ട് നല്ല നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ അങ്ങനെ പറയാനാണെങ്കിൽ പിള്ളേർക്ക് നല്ല ഫുട്ബോൾ ഗ്രൗണ്ടോ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും. പല ഇപ്പം തന്നെ ചുമ്മാ ഓരോ ഫണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ ഓരോ കാര്യങ്ങൾ ചുമ്മാ നീക്കി വയ്ക്കുകയാണ്. അപ്പം നമുക്ക് കുട്ടികളെ സ്പോർട്സിന് കാര്യത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. അവരിപ്പോൾ തന്നെ നമ്മളെ കേരളത്തിൽ തന്നെ സ്പോർട്സിന് പല ഒന്നും നടക്കുന്നില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം സ്പോർട്സിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ക്രിക്കറ്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ട്, ഫുട്ബോൾ ഇപ്പോഴും തഴഞ്ഞിട്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് റീസൺ? അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഫുട്ബോളിന് അവർക്ക് താല്പര്യം കാണത്തില്ല. അവർക്ക് അതിനോടുള്ള ഫണ്ടും കാര്യങ്ങളൊന്നും ഫുട്ബോളിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാവാം അതെന്നെ പ്രോത്സാഹിപ്പിക്കാത്തത്. ഒരു ഫുട്ബോളല്ല, ക്രിക്കറ്റ് ആയാലും എല്ലാവരും അവർക്ക് എന്തിൽ നിന്ന് ലാഭം കിട്ടും അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നുള്ളൂ. അതാരായാലും ഇപ്പം പൊതുവെ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതിനെ അപ്പോൾ എല്ലാവരും കാരണം നമ്മളിപ്പം യൂത്ത് ഇപ്പം നാളത്തെ തലമുറയാണ് എല്ലാ ആൾക്കാരും. അപ്പോൾ അവർക്ക് വേണ്ടിയല്ലേ നമ്മളിപ്പോൾ അങ്ങോട്ട് എല്ലാം ചെയ്യാറുള്ളത്. അങ്ങോട്ട് നല്ല നല്ല കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തപ്പം തന്നെ ഇന്ന് മാത്രം ആൾക്കാർ പഠിച്ച് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, ജോലിയില്ലാതെ കിട്ടാതെ ഇരുന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശമ്പളം ഇപ്പം തന്നെ എഞ്ചിനീയറും MBBS പഠിച്ച ആൾക്കാർക്ക് ഇവിടെ നാട്ടിൽ നമുക്കൊരു 15,000 രൂപയാണ് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അതെല്ലാവരും ഇവിടെ നാട് കളഞ്ഞ് എല്ലാവരും അന്യ നാട്ടിലോട്ട് പോയി ചേക്കേറാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം തീർന്നു പോവുകയാണ്. ഇവിടെ ആരും ഇല്ല, എല്ലാവരും കയറി പോവുകയാണ്. ആരാണ് അതാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നല്ലൊരു ജോബും അതിനനുസരിച്ചുള്ള നല്ലൊരു ശമ്പളം കൊടുത്ത് തന്നെ അപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും എല്ലാം കഴിയും. പിന്നെ എല്ലാവരും നാട്ടിൽ നിൽക്കും തോറും തന്നെ എല്ലാം നോർമലി ഡെവലപ്മെൻറ്റ് ആയിക്കോളാം. നമ്മളെ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ തന്നെ യൂറോപ്യൻ കൺട്രി അങ്ങനത്തെ കൺട്രിയിലൊക്കെ പോയി അവരുടെ ബുദ്ധിയും കാര്യങ്ങളും അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളെ കൺട്രി കൂടുതൽ ഡെവലപ്മെൻ്റ് ആവും. അതിനൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പെട്ടെന്നൊരു ദിവസം കേരള ചീഫ് മിനിസ്റ്റർ ആകാനായിട്ടൊരു അവസരം കിട്ടും, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും? ഡ്രഗ് യൂസ് ചെയ്യുന്നില്ലേ? അപ്പം ഇപ്പോൾ ഒരുപാട് പേര് ഡ്രഗ് യൂസ് ചെയ്യുന്നില്ലേ എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർ തൊട്ട് അങ്ങേയറ്റം വലിയവർ വരെ നമ്മൾ എന്തൊക്കെ കേൾക്കുന്ന ഒരുപാട് ന്യൂസുകൾ കാണുന്നില്ലേ? അപ്പോൾ അതിനെതിരെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞാൻ ചെയ്യും. എന്ന് വെച്ചാൽ ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണക്കാരുടെ വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്താൽ അവരതിൽ നിന്ന് കുറേയൊക്കെ പിന്മാറുമല്ലോ. അപ്പം അതൊന്നും നമ്മുടെ ഭരണകൂടം ഇപ്പം ചെയ്യുന്നില്ല. സാധാരണക്കാർക്ക് ഒരുപാട് എന്ന് വെച്ചാൽ ഈ വളർന്നുകൊണ്ടിരിക്കുന്നവർ തന്നെ വളർന്നുകൊണ്ടിരിക്കാതെ
ഒരുവിധം സാധാരണക്കാരുണ്ടല്ലോ അവർ ജീവിക്കുന്ന എപ്പോഴും ഒരേ രീതിയിൽ എന്ന് വെച്ചാൽ അവരുടെ മക്കളും ചെറുമക്കളും എല്ലാം അവർ ജീവിച്ചിരുന്ന രീതിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ വലിയ വലിയ ആൾക്കാരാണെങ്കിൽ അവർ ജീവിച്ചിരുന്ന രീതിയിലാണ് ജീവിക്കുന്നത്. ഓക്കെ ഫൈൻ. ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ പണക്കാരൻ എപ്പോഴും പണക്കാരനായിട്ട് പോകുന്നതും പാവപ്പെട്ടവൻ എപ്പോഴും പാവപ്പെട്ടവനായിട്ട് തന്നെ ഇരിക്കുന്നതിനും എന്തെങ്കിലും ഒരു റീസൺ കാണോ? കാണും. കാരണം നമ്മൾ ഈ എന്ന് വെച്ചാൽ അവർക്ക് ഉയർന്നു വരാൻ അവർക്ക് ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരായിട്ടും അല്ലാതുള്ളവരൊക്കെ ആയിട്ട് കുറേ ബന്ധം കാണുമല്ലോ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരുപാട് ഇപ്പം ഞാൻ തന്നെ ഒരു ജോലിക്ക് പോയാൽ നിങ്ങൾ അവരെ കാണും ഇവരെ കാണും അവിടെ ചെല്ലുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അവരൊന്നുമായിട്ടൊരു എൻ്റെ അച്ഛനൊന്നും അവരുമായിട്ടൊന്നും പിടിപാടില്ല. മറ്റുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വാ കയറിപ്പോയെന്നൊക്കെ പറയാറുണ്ട്. ആ രീതിയിലുള്ളൊരു കോണ്ടാക്ട് നമുക്ക് വേണം, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, താഴെ തട്ടിലുള്ളവരടുത്ത് ഇറങ്ങി ചെല്ലണം എന്ന്. ഓക്കെ ഓക്കെ ഫൈൻ. ആ ഒരു രീതിയൊക്കെ മാറണം, സിസ്റ്റം മാറണം. ജോലി സാധ്യതകൾ എല്ലാ മേഖലകളും സൗജന്യമായിട്ടുള്ള. കാരണം പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് മേഖലയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പൈസ ഇല്ല, ഇത്ര രൂപ അടച്ചാലേ കയറാൻ പറ്റത്തില്ല. AC മെക്കാനിക് ആയാലും അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് മാറിയാ അവരും കൂടെ കുറച്ചൊക്കെ ഉയർന്നു വരട്ടെ. അങ്ങനെ വരാൻ തോന്നുമല്ലോ. ബ്രോ പേരെന്തോ? ശ്രീ ഗണേഷ്. ഓക്കെ. എന്ത് വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഡിഗ്രി പഠിക്കുക ശാസ്താംകോട്ട. ബ്രോയും? ഞാൻ ഡിഗ്രി സെയിം. ഓക്കെ. കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരു ദിവസം ചീഫ് മിനിസ്റ്റർ ആകാനായിട്ടൊരു അവസരം കിട്ടുമോ കേരളത്തിൽ? അപ്പോൾ ബ്രോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നാൽ ബെറ്റർ ആയിരിക്കും നമ്മുടെ കേരളത്തിൽ? അപ്പോൾ തന്നെ നമുക്ക് ST എന്ന് പറഞ്ഞ സാധനമില്ല, അതിപ്പോൾ പ്രൈവറ്റ് ബസ്സിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ ഒരു നിയമം കൊണ്ടുവന്നതും ഈ സർക്കാർ ബേസല്ലേ. പക്ഷേ ഈ KSRTCയിൽ ST കൊടുക്കത്തില്ല. അതെന്ത് നയമാണെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മൾ പ്രൈവറ്റ് ബസ്സുകാർ അവർ ഓടിയാലേ അവർക്ക് കിട്ടത്തുള്ളൂ. മറ്റേത് ടാക്സ് എല്ലാം ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് ബസ്സിൽ ഒരു ST കൊടുത്തില്ല, അവിടെ പോലീസ് കേസായി വിഷയമായി. അപ്പോൾ ഈ KSRTCയിലും കൂടെ ST യുടെ സംഭവം വെക്കണം. ഗവൺമെന്റിന്റെ ഒരു അസറ്റ് അല്ലേ? അതെ. അപ്പോൾ പിന്നെ അതിന് മാത്രം കൊടുക്കാതെ പ്രൈവറ്റുകാരുടെ വീട്ടിൽ മാത്രം അതൊരു വിഷയമല്ലേ? അവർക്ക് ഒരു വരുമാനം എന്ന് പറയുന്ന ബസ് ഓടുന്നത്. അതെ. അപ്പോൾ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ കാസ്റ്റും റിലീജിയനൊക്കെ പറയുന്ന മതം ചോദിക്കരുത്, ജാതി ചോദിക്കരുത് എന്നൊക്കെ പറയുന്നു, കേസ് അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ കാസ്റ്റ് ഏതാ, തൻ്റെ റിലീജിയൻ ഏതാ, അതൊക്കെയാണ് ചോദിക്കുന്നത്. ആദ്യമേ ഇതൊക്കെ തന്നെ മാറ്റണം. അപ്പോൾ പഠിക്കുന്ന ഒരു കാര്യത്തിൽ, ഒരു ജോലിയുടെ കാര്യത്തിൽ ഇപ്പം കാസ്റ്റ് അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം എഡ്യൂക്കേഷനും അവരുടെ എബിലിറ്റി നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ മതി. അതിലിപ്പോൾ ഈ കാസ്റ്റും റിലീജിയനും നോക്കിയിട്ട് കാര്യമില്ല. പണ്ട് കാര്യത്തിൽ വെച്ചാൽ മറ്റേ മുതലാളിത്തല്ലേ വലിയ ജന്മി ആ ഒരു സെറ്റപ്പില്ല. അവിടെ വരുമ്പം മറ്റേ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ എന്ന് പറഞ്ഞ സെറ്റപ്പില്ലേ, അങ്ങനെയുള്ളവർക്കാരത്ത് ഈ ഇത് ഓക്കെ ആയിരുന്നു പണ്ടത്തെ, അവർക്ക് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഉള്ളവർക്കെന്ന് വെച്ചാൽ എല്ലാം കിട്ടുന്നുണ്ട്, അവർക്ക് ഈ ഒരു അവസരം മുതലെടുക്കാൻ അങ്ങനെ വേണം. പക്ഷെ പഠിക്കുന്നവർക്ക് അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ രണ്ടു സാധനം ഓർത്ത് വെച്ചിരുന്നേ. ഈ പറഞ്ഞു വരുന്നത് എഡ്യൂക്കേഷന്റെ ബേസിൽ അല്ലെങ്കിൽ കഴിവുള്ള ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക, അല്ലാതെ ഒരു കാസ്റ്റ് വരുന്നില്ല. ഇനിയിപ്പം ഇത് ഗവൺമെന്റ് ഈ സർക്കാർ തന്നെ പറയുന്ന ഈ കാസ്റ്റ് ഇത് ചോദിക്കരുന്ന്, എന്നിട്ട് ഈ സ്കൂള് കോളേജിൽ എല്ലാ സാധനത്തിനും തന്റെ കാസ്റ്റ് ഏതാ, റിലീജിയൻ ഏതാ, ഓരോ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മാറ്റണം. ആ ഒരു തലമുറ മാറണം. മാറിയേ പറ്റൂ. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജെൻഡർ ക്വാളിറ്റി. ഞാൻ സ്കൂൾ ടൈമിലും കോളേജിൽ പഠിക്കുമ്പോഴും ജെൻഡർ ക്വാളിറ്റിയുടെ ഒരു ക്യാമ്പ് ഉണ്ട്. നമ്മളിപ്പോൾ NCC SPC എന്തിൻ്റെ ഒരു ക്യാമ്പ്, ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ജെൻഡർ ക്വാളിറ്റി വരും. ആ ക്ലാസ് കിടക്കുമ്പോൾ എല്ലാവരും ഭയങ്കര അങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെയാണ്, അമ്മക്ക് അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൊരാണും പെണ്ണും ചേർന്നൊരു ഇതിലിരുന്ന അപ്പോഴേ ഒരു ടീച്ചർ അല്ലേ അടുത്ത ആളെന്ന് പറയും അതാണ് ഇതാണ്, പെൺകുട്ടികൾ മാറിയിരി. ആ ഒരു സെറ്റപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നോക്കി ഇതെന്ത് വെള്ളരിക്കാൻ പറ്റണമെന്ന് എനിക്ക് തോന്നുന്നത്. അതൊന്ന് മാറണം. വാക്കിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ജാതിയുടെ ആയാലും മതത്തിന്റെ ആയാലും ജെൻഡർ ക്വാളിറ്റി ആയാലും എല്ലാം പറച്ചില് മാത്രമേ ഉള്ളൂ, ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. ഇല്ലല്ലോ, ഒന്നുമില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള. ബ്രോയ്ക്ക് അതൊക്കെ തന്നെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം. ഇതൊക്കെ എന്തായാലും മാറണം. ഇതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. എനിക്കതൊക്കെ ഉള്ളു. ബ്രോയുടെ എന്താ അഭിപ്രായം വെച്ചാൽ ഈ ജർമ്മനിയിലൊക്കെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അതേപോലെ ഇവിടെയും ഫ്രീ എഡ്യൂക്കേഷനൊക്കെ ഫ്രീ ആക്കിയിട്ട് വന്നാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ പഠിക്കുന്നില്ലേ,
സാധനം പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല ജോലി വരുന്നത്. എന്തൊക്കെയോ പഠിക്കുന്നു, വാരി വലിച്ച് എന്തൊക്കെയോ പഠിപ്പിക്കുന്നു. എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ജോലിയായിട്ട് അല്ല സ്കില്ലുമായിട്ട് എന്തെങ്കിലും മറ്റു ബന്ധപ്പെട്ട് സംഭവം പഠിപ്പിക്കുക കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതെ ജോലി. ഇതിപ്പോൾ നമ്മളെ ചില വീട്ടുകാരാണെങ്കിലും നീ പഠിച്ചാൽ മതി, ഇപ്പം നീ പഠിക്കേണ്ട സമയം ഒരു അല്ലാതൊരു വർക്കിന് വിടാനും അങ്ങനൊന്നും ഒരു സമ്മതിക്കത്തില്ല. നീ പഠിച്ച് വലിയ ജോലിയുടെ ഈ പഠിച്ചതിൻ്റെ എന്ത് ജോലി ഞാൻ ഇതുവരെ ഇപ്പം ഞാൻ ഇപ്പോൾ ഡിഗ്രി പഠിക്കുക. ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ് അത് ആ ഒരു ലെവലിൽ പോകാൻ പറ്റും. ഇപ്പം മാത്സ് പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇത് കഴിഞ്ഞ് ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ജോലിക്കാണ് പോകുന്നത്? ഒരു ജോലി എന്ന് പറയാമോ? കറക്റ്റ് കാര്യമാണ്. മാത്സ് പഠിച്ചിട്ട് ഏതെങ്കിലും ഇപ്പോൾ ഒരു കട തുടങ്ങി ഇവിടെ ചെന്നിട്ട് മറ്റേ A²+B² ആ സാധനം പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ജീവിക്കാനുള്ള സാധനം പഠിപ്പിക്കണം. ഇത് ചുമ്മാ എന്തൊക്കെയോ പഠിപ്പിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പം സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതുള്ള കാര്യങ്ങൾ പുതിയ സംരംഭകർ വരണം. അതെ അതെ, ഈ പഠിത്തത്തിൻ്റെ ഒന്ന് മാറ്റി പിടിക്കണം സംഭവം. ചുമ്മാ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, മനസ്സിലാവത്തുമില്ല. അത് വേറെ കാര്യം. നമ്മൾ പാഷനെ ഇപ്പോൾ ബ്രോയ്ക്ക് ഇപ്പം എന്താ എന്താ പറഞ്ഞു ഇപ്പോൾ ഒരു യൂട്യൂബ് സെറ്റപ്പ്. അപ്പോഴങ്ങനെ മീഡിയയെ പറ്റി ഈ യൂട്യൂബ് അല്ല ഇങ്ങനെ ഇൻഫ്ലുവൻസർ ആ ഒരു സെറ്റപ്പിലുള്ള ക്ലാസ് ഉണ്ടല്ലേ, അതുപോലെ ഫ്രീ ആയിട്ട് ഇപ്പോൾ കുറേ പൈസ കൊടുത്ത് ഇഷ്ടമല്ല മറ്റേ ഗ്രാഫിക്സ് ഡിസൈൻ എല്ലാം പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ നല്ല ഫണ്ടായിട്ട് കുറേ പേരിങ്ങനെ തഴഞ്ഞിരിക്കുക. അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് മറ്റേ ക്യാമറയുടെ ഫങ്ഷൻ അങ്ങനെയൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ കുറച്ച് മാറ്റി അവർക്ക് കിട്ടിയത് വെച്ച് പഠിക്കുന്നവരുണ്ട്. ഓക്കെ, ഇപ്പം നീ പറയുന്നത് ഒരാളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ എഡ്യൂക്കേഷനും സ്കൂളുകളിൽ കൊടുക്കുക. കറക്റ്റ്. ഓ അതെ അതെ, ബേസിക് എഡ്യൂക്കേഷൻ മതിയല്ലോ. ഓക്കെ, അല്ല അതിൽ കൂടുതൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ മാത്സ് തന്നെ 10 പഠിക്കുന്നുണ്ട്, A²+B². അത് തന്നെ എന്തോ വലിയ ഇക്വേഷനായിട്ട് ഡിഗ്രിയിലും പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തിനാ? ഓക്കെ, എനിക്കറിയാൻ വയ്യ. ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ചീഫ് മിനിസ്റ്റർ ആവുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കറക്റ്റ് അങ്ങനല്ലേ? അല്ലാതെ വലിയൊരു പഠിത്തം ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു രീതിയിൽ പോകാതെ ആവശ്യമുള്ള ജീവിക്കാൻ നമ്മൾക്ക് ഇപ്പം ഞാൻ ഈ 10 കഴിഞ്ഞ് അല്ലെ +2 കഴിഞ്ഞ് ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ജോലിക്ക് പോകാനാണ് ഇഷ്ടം, അപ്പം ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുക. അല്ല ഒരുപാടുള്ള കടൽ പോലെ തന്നിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിൽക്കാം. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഇങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ റാൻഡം ആരെങ്കിലും കണ്ടുപിടിച്ച് ഫ്രീ ആയിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞങ്ങളെ കണ്ടന്റ്. ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഒരു ദിവസം പെട്ടെന്നൊരു ചാൻസ് കിട്ടുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാനായിട്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോഴത്തെ യൂത്തിന് വേണ്ടി ചെയ്യും, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടുന്ന് മാറ്റിയാൽ നന്നാവുമെന്ന് തോന്നുന്നുണ്ട്? അല്ല, ടാറിലെ കട്ടേഴ്സ് എല്ലാം മാറ്റി റോഡെല്ലാം നേരെയാക്കാനുള്ള ഓർഡർ. പിന്നെ സ്കൂളുകളിൽ സ്കിൽ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ക്ലാസ്സൊക്കെ കൊടുക്കണം. ഇപ്പം യൂട്യൂബ് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതിനെപ്പറ്റി കൂടുതൽ ക്ലാസ് കൊടുക്കണം. കാരണം ആ മേഖലകളിലും ചാൻസസ് ഉണ്ടെന്ന് ഉണ്ടെന്ന് അറിയാം. എങ്കിലും അതെങ്ങനെയാണ്, ഇപ്പം നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ട്. നമ്മൾ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് ആൾക്കാർ അല്ലേ. അപ്പോൾ അതേപോലെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ. അതെ, പുതിയ തലമുറയ്ക്ക് ഒരു ജോബ് ഇല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള സ്കില്ല് വഴിയിട്ട് ജോബ് കണ്ടെത്തും. അവര് പുതിയ സ്കിൽസ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു ചാൻസസ് കൊടുക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോഴത്തെ യൂത്തിന് വേണ്ടി ചെയ്യും, പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും? എന്താ, കോളേജ് അടച്ചുവിട്ടു. കോളേജ് അടച്ചുവിട്ടു. റീസൺ സിലബസ് ഒക്കെ പെട്ടെന്ന് തീർക്കുന്ന പറഞ്ഞു. എന്തൊരു ആഗ്രഹം കാണുമല്ലോ കേരളത്തിൽ പുതിയതായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം, അത് പറഞ്ഞാൽ. സ്കൂൾ ടീച്ചർമാരാണ് സ്കൂൾ ടീച്ചർമാരാണ് മാത്രം മതി. അതിന് റീസൺ അടിച്ചു വിളിക്കാം. അപ്പൊ ആര് പഠിപ്പിക്കും? പഠിപ്പിക്കണ്ട, പഠിത്തം വേണ്ട. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാനാണ് പ്ലാൻ? നടത്തി ജയിക്കണം. ബിസിനസ് ചെയ്യാനുള്ള ഇതാണ്. പഠിക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഒരു ബേസിക് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം, അല്ലാതെ അവരുടെ ഇഷ്ടപ്പെടാൻ നമുക്ക് തന്നെ ശരിയാകും. ഓക്കെ, പഠിത്തം മാത്രം വേണമെന്നാണ് പറയുന്നല്ലേ? സ്കൂളിൽ ചെന്നാൽ പഠിക്കണം. ഇപ്പം നിങ്ങളെ പോലെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അതല്ലേ ഉദ്ദേശിക്കുന്നത്? വേണം, അങ്ങനത്തെ. ഓക്കെ.
ഇപ്പം നമ്മളിപ്പം ഒരു പാർട്ടിയിലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങളുടെ നന്മയ്ക്ക് എന്താ പറയുക ഒരു കേരളത്തിൽ ഫുള്ളായിട്ടുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാതെ, അതായത് കറപ്ഷൻ, അതായത് അഴിമതിയില്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ അവരുടെ രീതിയിൽ എത്തുന്ന രീതിയിലുള്ള ഒരു ഗവൺമെൻറ് നമ്മൾ രൂപീകരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക ഈ ആരോഗ്യ മേഖലകളിൽ ഹോസ്പിറ്റലിൽ ഇപ്പം റോഡിൽ ഒരുപാട് ആക്സിഡൻസ് കാണും. അപ്പോൾ ഈ പ്രോപ്പറായിട്ട് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഡെത്തുകളുണ്ടാകുന്നത്. അപ്പം മന്ത്രിസഭയിൽ ഈ ഹെലികോപ്റ്ററൊക്കെ ഇപ്പം റീസെൻ്റ്ലി മേടിച്ചായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലുകളിൽ ഒരു ഹെലിപാഡ് ഫെസിലിറ്റി കൊണ്ടുവന്നിട്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അത് പ്രാക്ടിക്കലി ആണ്. അപ്പോൾ അതുപോലെ ജനങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന, അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊണ്ട് ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആകണ്ടേ? കാരണം ഇപ്പോഴത്തെ നമുക്ക് ഇത്രയും നല്ല ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹെലിപാഡ് നമുക്ക് അത്ര നല്ല ബിൽഡിങ്ങും ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റൽ എല്ലാ ഡിസ്ട്രിക്ട്സിലും ഉണ്ടല്ലോ. അപ്പം അതിനുവേണ്ടി ആരോഗ്യ ടീമിന് ഡിസ്ട്രിക്റ്റിലും ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആ രീതിയിൽ എമർജൻസി ആയിട്ടുള്ള ആൾക്കാരെ ഹെലികോപ്റ്റർ വഴി അവർക്കൊരു കാഷ്വാലിറ്റി ഫെസിലിറ്റി കൊടുക്കുന്ന ആണെങ്കിൽ ഒരുപാട് ലൈഫ് സേവ്